ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഗനേസറത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് മത്തായി സുവിശേഷകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വായിച്ചത് ഓർമ്മയില്ലേ? അവർ കടൽ കടന്ന് ഗനേസറത്തിലെത്തി. അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇത് ഇന്നായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ ദിവ്യൻ വന്നു, അവനെല്ലാം നല്ലതാക്കി തരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അവനെ നമ്മുടെ സ്വന്തക്കാരനാക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർ വന്ന് അവനോട് സംസാരിക്കുന്നതിനും അവനെ ഒന്ന് തൊടുന്നതിനും നമ്മൾ ഒരുപക്ഷെ ഒരു ഫീസും ഏർപ്പാട് ചെയ്യും. അതും ഒരു ബിസിനസ്സാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുജിത്ത് എന്ന മറ്റോ പേരുള്ള ഒരു പാസ്റ്റർ ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കയറി. അയാളുടെ അത്ഭുത പ്രവർത്തികളെ പരിഹസിച്ചുകൊണ്ട് ഓരോ ദിവസവും ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടും. അതിലെ സത്യമോ നിജമോ തിരിയുന്നതിലല്ല, എവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് കണ്ടാലും മനുഷ്യനവിടെ ഓടിക്കൂടും. ഗനേസറത്തിലെ ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. തമ്പുരാൻ വന്നെന്നറിഞ്ഞപ്പോൾ, അവനെ തൊട്ടാൽ രോഗികൾ സുഖം പ്രാപിക്കുമെന്നറിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി തങ്ങൾ അനുഭവിച്ച ആ സൗഖ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഗനേസറത്തിലെ മനുഷ്യര് തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തുമൊക്കെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ അത് വന്ന വഴിയൊന്ന് കാണിച്ചു കൊടുക്കാൻ, മറ്റൊരാളെ കൂടി അതിലേക്കൊന്ന് നടത്തി രക്ഷിച്ചെടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ എളുപ്പം പരിചയപ്പെടാൻ കഴിയും. ഈ കോടാനുകോടി ജനങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും സുഭിക്ഷരായി കഴിയാനുള്ള എല്ലാ അന്നധാന്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം എന്നാണ് പറയപ്പെടുക. എന്നാൽ ഓരോ മനുഷ്യരും അവരവർക്ക് വേണ്ടി മാത്രം സമ്പാദിക്കുമ്പോൾ അവിടെ കുറെ പാവങ്ങൾ കൂടി ഉണ്ടാകുന്നു. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൂടി നമുക്കാവുന്ന വിധം ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തികളും ഒന്നായിത്തീരുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കൊന്ന് നോക്കാം. ഭക്ഷണത്തിന് മഴക്കാലമൊക്കെ ആണല്ലോ. ഭക്ഷണത്തിനൊക്കെ വകയില്ലാതെ ഇരിക്കുന്നവർക്ക് നമുക്ക് 4 കൂട്ടം കറി ഉണ്ടെങ്കിൽ ഒരു കൂട്ടം കറി അല്ലെങ്കിൽ ആ കറി വെക്കാനുള്ള സാധനം നമുക്ക് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഈശോയുടെ സന്നിധിയിൽ നീ ദരിദ്രന് കടം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാ തന്നതെന്ന് ഓർത്തോ കേട്ടോ, ഞാൻ തന്നെ അത് വീട്ടിക്കോളാം എന്ന് ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അയൽപ്പക്കക്കാർക്കുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് ആചരിക്കാം. ഗനേസറത്തിലെ ജനങ്ങളെ പോലെ നമ്മളിലുള്ള ഈശോയെ ചുറ്റുമുള്ള ആളുകൾ തിരിച്ചറിയട്ടെ. ആമേൻ.